ഹായ് സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ മീൻ കറിയാണ് സ്പെഷ്യൽ വീഡിയോ. അതിനുവേണ്ടി നമ്മൾ കുറച്ച് മീൻ തിരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് വെട്ടിയെടുക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. കറി വയ്ക്കാനായിട്ട് നമ്മൾ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മളിവിടെ കറിക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഇഞ്ചി, പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി, സവാള ഇതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നോക്കാം. ഇനി അങ്ങനെ നമ്മൾ എണ്ണയ്ക്കകത്തോട്ട് ഉള്ളി സഹിതം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതെല്ലാം ഒന്ന് മൂത്ത് വാടി വരണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പണി തുടങ്ങത്തുള്ളൂ. നമ്മൾ കടലിൽ നിന്ന് പണി തുടങ്ങിയതാണ്. പക്ഷേ ഞങ്ങളുടെ വള്ളം അപ്പോഴത്തേക്ക് തന്നെ എണ്ണ അടിക്കാൻ വേണ്ടി പമ്പിലെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്ത ഉള്ളിയൊക്കെ വാടി വന്നപ്പോഴത്തേക്ക് തക്കാളിയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്നും കൂടെ ഇളക്കി ഈ ഇടുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു കണവയാണ്. അത് പെട്ടെന്ന് വേകാൻ വേണ്ടിയാണ് ആദ്യം തന്നെ ഇട്ടത്. അതിൻ്റെ കൂടെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് വീണ്ടും ഇളക്കി ഉരട്ടിയെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഈ കാണുന്നത് എന്തുവാണെന്നറിയാമോ? ഞാൻ പറഞ്ഞു തരാം. അത് നമ്മൾ വെട്ടിയെടുത്ത മീൻ എത്ര എണ്ണമുണ്ടെന്ന് എണ്ണിയെടുക്കുകയാണ്. നമ്മൾ ആൾക്ക് എത്ര എണ്ണം വെച്ച് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ ആ പച്ചമുളകും തക്കാളി ഉള്ളിയും എല്ലാം കൂടെ വേവിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ പുളിയും വെള്ളവും കൂടെ, പുളി നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ്. അതും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഫിഷ് മസാലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. കുരുമുളക് പൊടിയും കൂടെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറിക്ക് ആവശ്യത്തിന് എത്ര ഉപ്പ് വേണം അതനുസരിച്ച് ഉപ്പും ഉപയോഗിക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില അത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. അതും നമ്മൾ ഇട്ട് കൊടുത്ത് ഇതുവരെയും മീനെണ്ണി തീർന്നില്ല. മീൻ്റെ എണ്ണൊക്കെ നടക്കുന്നുള്ളൂ. കഴുകി വൃത്തിയാക്കിയ മീൻ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ മീനെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കറിയും പിന്നെ മുളകും എല്ലാം പിടിക്കുന്ന രീതിയിൽ മുക്കി വെച്ചിട്ട് വെള്ളത്തിൽ എന്ന് പറയുമ്പോൾ കറിയിൽ മുക്കി വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വയ്ക്കാം. അങ്ങനെ നമ്മുടെ കറി ശരിയായിട്ടുണ്ട്. അത് നമ്മൾ നോക്കുന്നതാണ്. കറി കൊള്ളാമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമുക്കിനി ചോറ് കഴിക്കാം. അതിനുവേണ്ടി തന്നെ ഈ കറി വെച്ച നമ്മുടെ വിജേഷണം തന്നെയാണ് എല്ലാം പകർത്തിയെടുക്കുന്നത്. വരുന്നവർക്കെല്ലാവർക്കും ചോറും കറിയും കൂടെ വിളമ്പി കൊടുക്കുന്നുണ്ട്. കറി നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നുണ്ടോ? അങ്ങനെ നമുക്കിനി ചോറ് കഴിക്കാം. നമ്മളെല്ലാവരും ചോറ് മേടിച്ച് വള്ളത്തിൽ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന സ്ഥലത്ത് പോയിരുന്നിട്ട് കഴിക്കുകയാണ്. എങ്ങനെയുണ്ട്? കൊള്ളാമോ?